വെയിറ്റ് ആൻഡ് സീ, ഗോഡ് ഈസ് വർക്കിംഗ് ഓൺ ദിസ്. രൂത്തിന്റെ പുസ്തകം 3:18 അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കാം. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. അമ്മായിയമ്മയായിട്ടുള്ള നവോമി രൂത്തിന് നൽകുന്ന ഒരു ഉപദേശമാണ് 3:18 നമുക്ക് കാണാൻ സാധിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 3 അത് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ബോവസിന്റെ അടുത്തുള്ള രൂത്തിന്റെ സംസാരങ്ങളും അതിനുശേഷം വീണ്ടെടുപ്പുകാരനായിട്ടുള്ള ബോവസ് രൂത്തിന് കൊടുക്കുന്ന ചില ഉറപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. 13 വാക്യം അതിന്റെ അവസാന ഭാഗത്തിൽ കാണുന്നു, വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സായില്ലെങ്കിലോ യഹോവയാണ് ഞാൻ തന്നെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു കൊള്ളാമെന്ന് ബോവസ് രൂത്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് വന്ന് നവോമിയുടെ അടുത്ത് പറയുന്ന രൂത്തിനെയാണ് 3:17-18 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രൂത്തിന്റെ ഉള്ളിൽ പിന്നെയും ഒരു ആശങ്ക ഉണ്ടായിരിക്കാം, അവളുടെ ഭാവി എന്തായിത്തീരും എന്നൊരു ഉത്കണ്ഠ. പക്ഷെ ആ ഉത്കണ്ഠയെ പൂർണ്ണമായി മാറ്റുന്ന ഒരു അമ്മായിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആത്മീക ജ്ഞാനത്തോടു കൂടിയാണ് നവോമി രൂത്തിന്റെ ഉത്കണ്ഠ നിറഞ്ഞ ഹൃദയത്തെ ശാന്തമാക്കുന്നത്. ഇന്ന് ഈ കാര്യം തീർപ്പാക്കും വരെ ബോവസ് സ്വസ്ഥമായിരിക്കില്ല എന്ന് നവോമി ഒരു ഉറപ്പ് നൽകിയാണ്. നമ്മളും പലപ്പോഴും രൂത്തിന്റെ പോലെ തന്നെയല്ലേ? ദൈവം നമ്മളോട് സംസാരിച്ചിട്ടും ചില ഉറപ്പുകൾ നൽകിയിട്ടും നമ്മുടെ ഹൃദയം അശാന്തമായിരിക്കുകയാണ്. എന്നാൽ നവോമിയുടെ വാക്കുകൾ നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശുക്രിസ്തു ബോവസിനേക്കാൾ വിശ്വസ്തനാണ്. നാം നമ്മുടെ കാര്യം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവൻ അത് തീർപ്പാക്കുന്നത് വരെ വിശ്രമിക്കുകയില്ല. അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ ആശയക്കുഴപ്പത്തിലോ ഉത്കണ്ഠയിലോ അതോ കാത്തിരിക്കാൻ കഴിയാതെയോ ഇരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കൂ. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളെല്ലാം വീണ്ടെടുപ്പുകാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി ശാന്തരായിരിക്കൂ, കാത്തിരിക്കൂ, വിശ്വസിക്കൂ. ദൈവം ഇതിനകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പിയർ 4:7 പറയുന്നു, സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും കാത്തു സൂക്ഷിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.